ഹായ് ഗായ്സ്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കോളേജ് സ്ട്രൈക്കൊക്കെയാണ് കാര്യങ്ങളും. പിള്ളേരാകെ വൈലൻ്റായി. അപ്പോൾ മാനേജ്മെൻറ്റ് ഇനി ഒരു അറിയിപ്പുണ്ടാവുന്നത് വരെ കോളേജ് അടച്ച്. കോളേജ് അടച്ചപ്പോൾ പിള്ളേർ ഞാനും എല്ലാവരും ഒക്കെ ആയിട്ട് വീട്ടിലൊക്കെ പോയി. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ ഉറക്കമൊക്കെ എണീറ്റ് ഇങ്ങനെ ഇരിക്കും. ഇന്നത്തെ എന്ത് പരിപാടിയെന്ന് ആലോചിച്ച്. അപ്പോൾ ഇന്ന് നമുക്ക് വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങാം. അപ്പം തുടങ്ങാമല്ലേ? രാവിലെ അമ്മ ചായ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ചായയും കുടിച്ച് തുടങ്ങാം. ബാ ബേസ്. എൻ്റെ പറമ്പിലൂടെ ഇങ്ങനെ നടക്കുന്നു. കുറേ നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഇന്ന് വീട്ടുവിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. വീട്ടിൽ സോളാറൊക്കെ വെച്ച് കാണിച്ചു തരാം. കാന്തപ്പൻ, ഇത് കാന്തമ്മ. These are my pet birds and I have 2 more dog pets here. Let's go and see them. സോളാറൊക്കെ അതാണ് ഈ വീട്ടിലിപ്പോൾ വന്നിങ്ങനെ ഏറ്റവും വലിയ മാറ്റം. അപ്പം ഒരു സോളാർ ഇട്ടിട്ട് വരും. ഇതാണ് ഇപ്പോൾ വീട്ടിലുള്ള മെയിൻ മാറ്റം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഒരു സാധാരണ വീട് കഴിച്ചു, അത്രേ ഉള്ളൂ. വണ്ടിയിൽ ഒരുങ്ങി കയറാൻ നോക്കി, പറ്റൂല. ഞാൻ ഇങ്ങനെ പണി വെച്ചേക്കും, എനിക്ക് പറ്റുന്നില്ല കേസ്. പറ്റാത്ത പണിക്ക് കയറി പണി വാങ്ങിക്കാതെ നമുക്ക് പതുക്കെ താഴോട്ട്. ഓ നമുക്ക് വീട്ടിൻ്റെ അകത്ത് ഓക്കെ. അച്ഛനെ കാണിച്ചു തരാം. അച്ഛാ, ചേട്ടനൊക്കെ പഠിക്കാൻ പോകും. ഈ കുനിങ്ങിയും അയ്യോ ചേട്ടനൊക്കെ പഠിക്കാൻ പോകുന്നു. ഇപ്പോൾ വൈകിട്ട് വരെ ഞാൻ ഇനി വീട്ടിൽ ഒറ്റയ്ക്ക്. ഞാൻ ഒറ്റയ്ക്കൊന്നും ഇരിക്കില്ല, ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പോകും. നമുക്ക് കറങ്ങാൻ പോവാം. വെള്ളിയാഴ്ച ആയത് കാരണം ചേട്ടനില്ല, അനിയത്തിയില്ല, അമ്മയില്ല. എല്ലാവരും പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ ആയിട്ട് പോയി കഴിച്ചു. ഞാനും എൻ്റെ പട്ടിക്കുട്ടികളും മാത്രം വീട്ടിൽ. ഒരാളൂടെ ഉണ്ട്, കാണിച്ചു തരാം. പെങ്കൊച്ചിനെ അല്ലേ കണ്ടോളൂ, ഞാൻ കൊച്ചിനെ കാണിച്ചു തരാം. തമ്മി തുമ്മൻ. ഞാൻ ഇങ്ങനെയൊന്നും വീട്ടിൽ ഇരിക്കാറില്ല. നമ്മൾ ഉച്ചയൊന്നും കഴിയട്ടെ. ഉച്ച വരെ നമുക്ക് എൻജിനീയറിംഗ് ആണേ പഠിക്കണേ. എന്തെങ്കിലുമൊക്കെ പോയിരുന്ന് പഠിച്ചിട്ട് ഉച്ച വൈകിട്ടാകുമ്പോൾ നമുക്ക് ബീച്ചിലോട്ട്. നമ്മൾ ട്രിവാൻഡ്രത്തെ കുറച്ച് വിഷ്വൽസും ബീച്ച് റോഡും ബീച്ചും ഒക്കെ ആയിട്ട് ഇനിയപ്പോൾ ഞാൻ പോണ വഴിക്ക് കാണിച്ചു തരാം. അപ്പം വീട്ടിൽ ഇനി എന്തെങ്കിലും കാണിക്കാനുണ്ടേ ഞാൻ ആലോചിച്ച് നോക്കട്ടെ. എന്നിട്ട് അതുകൂടെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. പോട്ടെ, ഇതിൻ്റെ ഒരു സാധനത്തെ കാണിച്ചു തരാം.
ഇങ്ങനെ നിൽക്കണം ഞാൻ ലൈറ്റ് ഇങ്ങനെ നിൽക്കണം ഞാൻ 2015 എങ്ങനെ ആയിരുന്നേന്നറിയോ? കാണിച്ചുതരാം. ഇതായിരുന്നു ഇത്. അപ്പോൾ ശരിയേ, ഇനി ഓണ വഴിക്ക് അവിടുത്തെ കാര്യങ്ങളും ബീച്ചും ഇതൊക്കെ ആയിട്ട് വരാം. ഓക്കെ, ബൈ. Many unbearable hours later. അപ്പോൾ ഗൈസ്, അപ്പം രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ച ഉച്ചയ്ക്ക് എൻ്റെ ചേട്ടൻ്റെ മടിയും ഉറക്കവും കാരണം ഇതിപ്പോൾ രാത്രി 7 മണിയായി. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ നോക്കാം, പോവാ പോട്ടാച്ച. അപ്പോൾ ഗൈസ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമുള്ളൊരു ഭംഗിയൊന്നും ഇതുവരെ റോഡിന് വന്നില്ല. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് വന്നാൽ നമുക്ക് വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ബീച്ചിൻ്റെ കുറച്ച് വ്യൂസും കൊണ്ടുപോയി കാണിച്ചു തരാം ചേട്ടൻ. അപ്പോൾ ഓക്കെ, എത്തിയിട്ട് അപ്പോൾ നമ്മളിത് ആ ബീച്ചിലെത്തി. ഈ ബീച്ചിലെ കുറച്ച് വ്യൂസൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, കണ്ടു നോക്കിയിട്ട് പറ. ക്ഷീണിച്ച് ഇവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ വീട് വരെ പോയി ഔട്ട്ഡോർ എടുക്കാനുള്ള ക്ഷമ എനിക്കില്ല, ക്ഷീണിച്ച് നല്ലപോലെ. അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ടായാൽ ഞാൻ വീഡിയോ എടുത്തിട്ട് തരാം.